കഴിഞ്ഞ ദിവസം ഇടിമിന്നൽ ദുരന്തത്തിൽ 4 പേർ മരിച്ച മങ്കട വെള്ളില കുരങ്ങൻചോലയിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഈ ഇടത്താണ് ആ ദുരന്തം സംഭവിച്ചത്. നമുക്ക് ഇവിടെ നിന്ന് നോക്കിയാൽ കാണാം, പന്തല്ലൂർ മലയുടെ ഒരു വശത്താണ് നമ്മൾ നിൽക്കുന്നത്. മറുവശത്ത് മലനിരകളും താഴെയുള്ള വീടുകളും നാടും ഒക്കെ കാണാൻ കഴിയുന്ന ഒരു സ്ഥലമാണ്. ഇവിടുത്തെ ഒരു പ്രത്യേകത, രാവിലെയും വൈകുന്നേരമൊക്കെ കോടമഞ്ഞ് കയറി വരുന്ന ആ ഒരു കാഴ്ച ഇവിടെ എപ്പോഴും കാണാൻ കഴിയുന്നത്. ഇപ്പോൾ തന്നെ നമ്മൾ നോക്കിയാൽ കാണാൻ പറ്റും. രാവിലെ പല ഭാഗത്തായി കോട കെട്ടിക്കിടന്നു. മാത്രമല്ല, മഴ പെയ്തു കഴിഞ്ഞാൽ കോട മുകളിലേക്ക് കയറി വരുന്നത് ഇവിടെ നിന്ന് കാണാൻ സാധിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അപ്പോൾ അത് കാണാനൊക്കെ ഒരുപാട് പേര് ഇവിടെ വരുന്നത്. ഇതൊരു സ്വകാര്യ വ്യക്തിയുടെ സ്ഥലമാണ്, പക്ഷേ ആളുകൾ ഇവിടെ വന്ന് ഈ ഒരു കാഴ്ചയെല്ലാം കണ്ട് ഇരിക്കുന്നത് ഇവിടെ ഒരു പതിവാണ്. അപ്പോൾ ഈ അപകടത്തിൽ മരിച്ച 4 പേരും ഈ പ്രദേശവാസികളാണ്, ഇവിടത്തുകാരാണ്. അവർക്ക് ഈ സ്ഥലത്തെക്കുറിച്ചൊക്കെ നന്നായിട്ട് അറിയാവുന്നവരാണ്. ഇന്നലെ വൈകുന്നേരവും അവർ എന്നത്തെയും പോലെ കാഴ്ച കാണാനൊക്കെ ആയിട്ടും അതുപോലെ ഈ ദൃശ്യങ്ങളൊക്കെ റെയിൽസൊക്കെ ആക്കിയിടാനൊക്കെ വന്നതായിരിക്കാം. അപ്പോഴാണ് അപ്രതീക്ഷിതമായിട്ടുള്ള മഴ പെയ്തതും തുടർന്ന് ഈ ഒരു ഇടിമിന്നൽ ഉണ്ടാവുകയും അങ്ങനെ അവർക്ക് ജീവൻ നഷ്ടമാവുകയും ചെയ്തു. 4 പേര് ഈ ഭാഗത്തു നിന്നാണ് മരിച്ചത്. അതിലൊരാൾ താഴെ ഈ ഒരു മലയുടെ താഴത്തേക്ക് വീണിരുന്നു. 30 അടി താഴ്ചയിൽ നിന്നാണ് അയാളെ കണ്ടെത്തിയത്. അയാൾക്ക് ഭാഗ്യത്തിന് അപ്പോൾ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. അയാളടക്കം 3 പേരിപ്പോൾ ചികിത്സയിലാണുള്ളത്. ഈ ഒരു ഇവിടെയുള്ളൊരു മരമുണ്ട്. ഈ മരമാണ് സാധാരണ എല്ലാവരും മഴ വന്നാലൊക്കെ കയറി നിൽക്കുന്ന ഒരു ഇടമായിട്ടുള്ളത്. പക്ഷേ അവിടെ ഈ ഒരു മരം കൊണ്ട് മാത്രം അപകടം വഴിമാറി പോവാത്ത ഒരു സാഹചര്യം നമുക്കിവിടെ കാണാം. ചെരുപ്പുകളൊക്കെ കൂടിക്കിടക്കുന്നത് കാണാം. ഒരു പക്ഷേ ഇന്നലെ അപകടത്തിൽപ്പെട്ടവരുടെ അല്ലെങ്കിൽ ഇവിടെ ഈ രക്ഷാപ്രവർത്തനത്തിൽ അങ്ങനെ ആൾക്കാരൊക്കെ ആവും എന്താണെങ്കിൽ ഇതിൻ്റെയൊക്കെ ഉടമസ്ഥരാണെന്നുള്ളൊരു ദുരന്തത്തിൻ്റെ ബാക്കി അടയാളമായിട്ട് വേണം നമുക്ക് ഈ ഒരു ചെരുപ്പിനെയൊക്കെ കാണാൻ കഴിയും. എന്താണെങ്കിലും ഈ ഭാഗത്താണ് ഇവരുടെ ഉണ്ടായിരുന്നത്. ഇവിടെ നിന്നാണ് ഈ ഒരു അപകടം സംഭവിച്ചത്. സംഭവത്തെക്കുറിച്ച് പ്രദേശവാസികൾക്ക് ഇപ്പോഴും പറയുമ്പോൾ അവരുടെ ഞെട്ടൽ വിട്ടുമാറിയിട്ടില്ല. ഇന്നലത്തെ അപകടത്തെക്കുറിച്ച് അവർ നമ്മളോട് അവർക്കറിയുന്ന കാര്യങ്ങളൊക്കെ പങ്കുവെക്കുകയും ചെയ്തു. ഇവിടെ പല സമയത്തും വളരെയധികം കുട്ടികൾ വന്നിരിക്കലുണ്ട്. അതിനെ നിയന്ത്രിക്കാനോ മറ്റോ ഒന്നും ഇതുവരെ ഒരു നടപടി ഉണ്ടായിട്ടില്ല. കുട്ടികൾ മഴ തുടങ്ങിയപ്പോഴാണ് 3:30-4 മണിക്കാണ് മഴ തുടങ്ങുമ്പോഴാണ് കുടയും കൊണ്ട് വന്നാണ് കുട്ടികൾ ഈ പ്രദേശത്തിൽ വന്നിട്ടുള്ളത് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അല്ല, ഞങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഒരു 9:30 വരെ ഇവിടെ തിരച്ചിലുണ്ടായിരുന്നു. പിന്നെ ഇവിടെ ഇരിക്കുമ്പോൾ വീണതോ ഒന്നുമല്ലല്ലോ. ഇപ്പോൾ ഇടിമിന്നലും കാര്യങ്ങളും ഉണ്ടാകുമ്പോൾ ഈ പ്രായത്തിലെ കുട്ടികൾ അങ്ങനെയാണല്ലോ, എല്ലാം ആസ്വദിക്കുന്ന കുട്ടികളാണ്. അപ്പോൾ ഈ മഴയും ഒക്കെ ഒന്ന് ആസ്വദിച്ചതാണ്. അതിൻ്റെ ഇടയിൽ ഉദാഹരണമായ ഒരു സംഭവം ഉണ്ടായതാണ്. പിന്നെന്താ വെച്ചാൽ നമ്മളാരും പയ്യന്മാർ വരാണ്, ഇവിടെ വലിയ മരം കണ്ടില്ലേ, അതിൻ്റെ ചുവട്ടിൽ ജസ്റ്റ് ഒന്ന് കയറി നിൽക്കും. ആ മരത്തിൻ്റെ ഉള്ളിൽ കയറി നിൽക്കും. ആ മഴ കഴിഞ്ഞിട്ട് നമുക്ക് പോകാമെന്ന് വിചാരിച്ചിട്ട് കുറേ പാറയൊക്കെ ഇല്ലല്ലോ, അവിടെ അങ്ങനെ ഇരിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ട് അങ്ങനെ പിന്നെ ഇവർ നല്ല ചെറുമഴ കണ്ടപ്പോൾ ഒരു ആൾക്കാർ അങ്ങനെ ചെയ്യലുണ്ട്. ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ സംഭവം ഉണ്ടാവുന്നത്. ഈ ഒരു പ്രദേശം നേരത്തെ തന്നെ നമ്മൾ സൂചിപ്പിച്ചത് സ്വകാര്യ വ്യക്തിയുടെ ഇടമാണ്. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് നിയന്ത്രണങ്ങളോ സുരക്ഷാ സംവിധാനങ്ങളോ ഒന്നും തന്നെ ഇവിടെ ഇല്ല. ഇവർ നാട്ടുകാർ പറയുന്നത് കുറച്ചുകൂടി ആളുകൾ വരുമ്പോൾ നിയന്ത്രിക്കാനുള്ള ഒരു സംവിധാനം ഇവിടെ വേണം. ഒന്നുകിൽ നാട്ടുകാർ അത്തരത്തിലുള്ള ശ്രമങ്ങൾ നടത്തും, അതല്ലെങ്കിൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഒരു പിന്തുണ ഈ ഒരു കാര്യങ്ങൾക്ക്. ഇതൊക്കെ സ്വകാര്യ ഇടങ്ങളായതുകൊണ്ട് തന്നെ സർക്കാർ ടൂറിസത്തിൻ്റെ ഭാഗത്തായിട്ട് വരുന്നതല്ല. എന്നിരുന്നാലും ഇത്തരം തുറസായ സ്ഥലങ്ങളിൽ വരുമ്പോൾ ഇങ്ങനെ ഇടിമിന്നൽ ഏൽക്കാനുള്ള ഒരു സാഹചര്യങ്ങളുണ്ട് എന്നൊക്കെ ഓരോരുത്തരും മുന്നിൽ കാണേണ്ട ഒരു അവസ്ഥ കൂടിയാണുള്ളത്. അപകടം ആരുടെയും കുറ്റം കൊണ്ട് സംഭവിക്കുന്നതല്ല, സംഭവിച്ചു പോയതാണ്. പക്ഷേ ഇനി ആർക്കും ഇങ്ങനെ ഒരു അവസ്ഥ വരാതിരിക്കാനുള്ളൊരു മുൻകരുതൽ അത് ഓരോരുത്തരും സ്വയം സ്വീകരിക്കേണ്ടതാണ് എന്നുകൂടി ഈ ഘട്ടത്തിൽ ഓർമ്മിപ്പിക്കാതെ വയ്യ. എന്താണെങ്കിലും വളരെ മനോഹരമായ പ്രകൃതി രമണീയമായ ഒരിടം ഒരു ദുരന്ത ഭൂമിയായി മാറിയതിൻ്റെ വേദന ഈ നാട്ടുകാർക്കൊക്കെ തന്നെ പങ്കുവെക്കാനുണ്ട്. അഖിൽ ഊട്ടുപാറയ്ക്കൊപ്പം CV അനുമോദ്, News 18. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.